കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചന വിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ്. യേശു നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സത്യമാണ്, ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിക്കൂ. ഈ വചനത്തെ ഹൃദയസ്പർശിയായ ഒരു കഥയോടൊപ്പം ധ്യാനിക്കാം. ഒരു ചെറിയ കുട്ടി തന്റെ അച്ഛനോടൊപ്പം മലമുകളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ കുട്ടി ക്ഷീണിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എനിക്കിനി നടക്കാൻ കഴിയില്ല. നമുക്ക് എപ്പോൾ വീട്ടിലെത്തും? വഴി ഇനിയും എത്രയുണ്ട്? അച്ഛൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടിയെ എടുത്ത് തന്റെ തോളിൽ ഇരുത്തി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ, ഇപ്പോൾ വഴി എത്ര ദൂരമുണ്ടെന്ന് അറിയാമോ? കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, ഇനി എനിക്ക് വഴിയെക്കുറിച്ച് പേടിയില്ല. അച്ഛന്റെ തോളിലാണല്ലോ ഞാൻ. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നാളെ എന്താകും? കുടുംബത്തിന് എന്ത് സംഭവിക്കും? രോഗം വരുമോ? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമോ? മക്കളുടെ ഭാവി എങ്ങനെയാകും? എന്നിങ്ങനെ നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നു. എന്നാൽ യേശു ഇന്ന് നമ്മോട് പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നതുകൊണ്ടല്ല സമാധാനം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. വചന സന്ദേശം. യേശു ആകാശത്തിലെ പക്ഷികളെയും വയലിലെ പൂക്കളെയും ചൂണ്ടിക്കാട്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ടും സ്വർഗീയ പിതാവ് അവയെ പോറ്റുന്നു. വയലിലെ പൂക്കൾ നാളെ ഉണ്ടാകുമോ എന്ന് ആകുലപ്പെടുന്നില്ല, എന്നിട്ടും ദൈവം അവയെ മനോഹരമാക്കുന്നു. അപ്പോൾ യേശു നമ്മോട് ചോദിക്കുന്നത് പോലെ തോന്നുന്നു, നിങ്ങൾ അവയേക്കാൾ എത്രയോ വിലയുള്ളവരല്ലേ? നമ്മുടെ ആകുലത പലപ്പോഴും ഒരു കാര്യമാണ് പറയുന്നത്, ദൈവത്തിന് എന്നെ നോക്കാൻ കഴിയില്ല. എന്നാൽ വിശ്വാസം പറയുന്നത്, എന്റെ പിതാവിന് എല്ലാം അറിയാം, അവിടുന്ന് എന്നെ കൈവിടുകയില്ല. യേശു പറയുന്ന ഏറ്റവും മനോഹരമായ വാക്ക്, നിങ്ങളുടെ പിതാവിന് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദമായിരിക്കും. അതുകൊണ്ട് ആദ്യം അന്വേഷിക്കേണ്ടത് സമ്പത്തല്ല, സുരക്ഷയല്ല, പ്രശസ്തിയല്ല, ദൈവരാജ്യമാണ് അന്വേഷിക്കേണ്ടത്. ജീവിത സന്ദേശം. ആകുലതയ്ക്ക് പകരം വിശ്വാസം തിരഞ്ഞെടുക്കുക. നാളെ ഏതാകും എന്താകും എന്നറിയില്ല, പക്ഷേ നാളെ ആരുടെ കൈകളിലാണെന്ന് നമുക്ക് അറിയാം. ദൈവത്തിന്റെ കൈകളിൽ. നമ്മുടെ വലിയ സമ്പത്തിൽ അല്ല ബാങ്കിലെ പണം, വീടിന്റെ വലിപ്പം, സ്ഥാനമാനം, ഇവയൊന്നുമല്ല നമ്മുടെ യഥാർത്ഥ വില. ദൈവത്തിന്റെ മക്കളാണ് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ സമ്മാനമായി സ്വീകരിക്കുക. ഇന്നലെ കഴിഞ്ഞു, നാളെ നമ്മുടെ കൈകളിലല്ല, നമ്മുടെ കൈകളിലുള്ളത് ഇന്നാണ്. അതുകൊണ്ട് ഇന്ന് സ്നേഹിക്കുക, ഇന്ന് ക്ഷമിക്കുക, ഇന്ന് പ്രാർത്ഥിക്കുക. നിധി സ്വർഗത്തിൽ സ്വീകരിക്കുക. യേശു അവസാനം പറയുന്നു, നിങ്ങളുടെ നിധി എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയം ആയിരിക്കും. നമ്മുടെ നിധി പണം മാത്രമാണെങ്കിൽ ഹൃദയം പണത്തിന് ഒപ്പമായിരിക്കും. എന്നാൽ നമ്മുടെ നിധി ക്രിസ്തുവാണെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.